വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പുനർജനി പദ്ധതിയിൽ കൂടുതൽ പേർക്ക് കുരുക്കായി വിജിലൻസ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പുറമെ മണപ്പാട് ഫൗണ്ടേഷനും സിഇഒയ്ക്കുമെതിരെയും CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശ. ഇനി എത്ര അന്വേഷിച്ചാലും ഭയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നായിരുന്നു മണപ്പാട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ക്രമക്കേടെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. മണപ്പാട്ട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ലെന്നും FCRA ചട്ടത്തിന്റെ ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ചതിൽ അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി വിജിലൻസ് കണ്ടെത്തി. എത്ര വേണമെങ്കിലും അന്വേഷിക്കട്ടെയെന്നും തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്നും വി ഡി സതീശൻ. ഇനി എന്നിട്ടൊന്നും പോരാ, അന്വേഷിക്കണമെങ്കിൽ അന്വേഷണേ. ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിനും ഇനി CPM-നും എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBI-കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തോ, ഒരു വിരോധമില്ല. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇടപാടുകൾക്ക് കൃത്യമായ രേഖകളുണ്ടെന്നുമാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിന്റെ പ്രതികരണം. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് 20,000 പൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ 1.1 കോടി രൂപ അവിടെ എല്ലാവരും ചെലവാക്കിയിട്ടുണ്ട്. അതിൽ 20,000 പൗണ്ട് എന്റെ കണക്ഷനിലൂടെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള പണം അത് FCRA വന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ രജിസ്റ്റേർഡ് ഏജൻസി ഇൻ FCRA. 1% വ്യത്യാസം ആരെങ്കിലും കാണിച്ചു തന്നെ ഐ എം റെഡി ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് അത്രമാത്രം സുതാര്യമാണ്. ഇതിലൊക്കെ വെറും പുകമറ സൃഷ്ടിക്കാന്നുള്ള ഇതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിലേതുപോലെയുള്ള കൊള്ളയാണ് പുനർജനിയിലെ കൊള്ളയെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. CBI അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.